ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ് എന്ന മമ്മൂട്ടി ചിത്രം ഇറങ്ങി ഒരു ദിവസം പിന്നിടുമ്പോൾ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും എന്തിന് GCC രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമൊക്കെ സിനിമയ്ക്ക് മികച്ച പ്രതികരണം തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് മമ്മൂട്ടി ഈ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയാണ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗോകുൽ സുരേഷിൻ്റെ പ്രകടനവും എല്ലാവരും എടുത്ത് ഹൈലൈറ്റായി പറയുന്നു എന്നുള്ള കാര്യമാണ്. ഈ ഒരു സിനിമയുടെ മുഖ്യ ആകർഷണം എല്ലാ കാലത്തെയും പോലെ ഏത് മമ്മൂട്ടി പടത്തെ പോലെയും മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ്. ഒരുപിടി മുന്നോട്ട് ആളുകൾ ഈ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കഥയും ഗംഭീരമാണ്. മികച്ച രീതിയിലുള്ള ഒരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള അഭിപ്രായമാണ് സിനിമയ്ക്ക് വരുന്നത്. സിനിമയുടെ കളക്ഷൻ അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. ആദ്യ ദിനം വലിയ കളക്ഷനൊന്നും ലഭിക്കില്ല എന്നൊരു പ്രതീക്ഷയായിട്ട് അല്ലെങ്കിൽ പ്രതീതിയാണ് വന്നിരുന്നെങ്കിൽ ഫൈനൽ എത്തിയപ്പോഴത്തേക്ക് സിനിമ മികച്ച രീതിയിലുള്ള ഒരു കുതിപ്പ് കാഴ്ചവെക്കുന്ന കാണാൻ കഴിഞ്ഞു. കേരളത്തിൽ ഇന്ന് ആദ്യ ദിനത്തെ കളക്ഷൻ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് പോയത്. അതായത് ഫൈനലായിട്ടുള്ള കളക്ഷൻ വരുമ്പോൾ 893 ഷോകളിൽ നിന്ന് 91,000 മുകളിൽ ജനങ്ങൾ കാണുകയും 32.5% മുകളിൽ ഒക്യുപ്പൻസിയിൽ വരികയും ചെയ്തു. സിനിമ 1,48,00,000 രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കളക്ഷൻ. അതായത് തെറ്റില്ലാത്ത മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പ്രീസെയിൽ കളക്ഷൻ വന്നപ്പോൾ 57 ലക്ഷം രൂപയായിരുന്നു സിനിമ നേടിയത്. ഈ വർഷം ഇറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ആ ഒരു പ്രീസെയിൽ കളക്ഷനുമായിരുന്നു സിനിമയ്ക്ക്. ഇന്ന് ആദ്യ ദിനത്തെ കേരള കളക്ഷൻ 2 കോടിയോളമാണ് സിനിമയ്ക്ക് ഫൈനലായി ഗ്രോസ് എത്താൻ പോകുന്നത്. ആദ്യ ദിനം മികച്ച രീതിയിൽ തന്നെയാണ്. വെറും 200 തിയേറ്ററുകളിൽ എത്തിയ സിനിമ ഇന്ന് അവസാനിക്കുമ്പോൾ അടുത്ത ദിവസം 225 തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യം, അതെ, സിനിമ കൊള്ളാമെങ്കിൽ അങ്ങനെ തന്നെ തിയേറ്റർ ആഡ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീതി നമുക്കുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഒരു ആകർഷണം എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. യാതൊരു വിധ പ്രൊമോഷനും ഇല്ലാതെ വന്ന മമ്മൂട്ടി ചിത്രം ഇന്ന് മികച്ച സിനിമ എന്നുള്ള പേരെടുക്കുന്നു. സ്ലോ പേസിൽ വന്ന സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയുമായി വരുന്നു. സാധാരണഗതിയിൽ കാണുന്ന അന്യായ രീതിയിലുള്ള ത്രില്ലർ സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറോ ഒന്നുമല്ല. സാധാരണ ലോക്കൽ അല്ലെങ്കിൽ ആ ഒരു കലൂർ മാത്രം ബേസ് ചെയ്തിട്ട് നടക്കുന്ന ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തി, പക്ഷേ കുർമ്മബുദ്ധിയുള്ള ആ ഒരു നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നായകനെയും നമുക്ക് കാണാൻ കഴിയുന്നു. അതുതന്നെയാണ് ഡൊമിനിക് എന്ന ക്യാരക്ടർ അത്രത്തോളം മികച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് 2 കോടി വരുമ്പോൾ പുറത്തു നിന്ന് സിനിമ 2.5 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നോ, അതായത് ആദ്യ ദിനം 4 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ കളക്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ കളക്ഷനും കാര്യങ്ങളുമൊക്കെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. 2ാം ദിവസവും സിനിമ മിന്നിച്ച് തന്നെ തുടരും എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ് റിലീസ് ചെയ്തിട്ടുള്ള ആദ്യ ദിനം. ഒരു 2ാം ദിനം എന്നുള്ള അല്ലെങ്കിൽ ആദ്യ വർക്കിംഗ് ഡേ എന്നുള്ളത് എപ്പോഴും ഒരു ഇടിവ് സംഭവിക്കുന്ന ദിവസമാണ്. പിന്നീട് വരുന്ന ശനി ഞായർ ദിനങ്ങളാണ് സിനിമയുടെ ഏറ്റവും മികച്ച ദിനങ്ങളായി കാണുന്നത്. വലിയ രീതിയിൽ ബഡ്ജറ്റ് ഇല്ലാത്ത ലോ ബഡ്ജറ്റിൽ 10 കോടിയോളമായിട്ട് അല്ലെങ്കിൽ 10-12 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റായി അറിയപ്പെടുന്നത്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമ എന്താണേലും വരുന്ന ദിവസങ്ങളിൽ തന്നെ മികച്ച രീതിയിലേക്ക് മുന്നോട്ട് കുതിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. നിങ്ങൾ ആരൊക്കെയാണ് ഇന്നലെ സിനിമ കാണാൻ പോയത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്താം. എന്തായാലും നിങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഓരോ പ്രേക്ഷകരിലേക്കും എത്തുകയും ചെയ്യുന്നത്. നിങ്ങളുടെ കമൻസ് തന്നെയായിരിക്കും എന്ന് തന്നെ പറയാം. എന്തായാലും ആദ്യം ഈ സിനിമയ്ക്ക് ആവറേജ് എന്ന് തുടങ്ങി, അതിനുശേഷം സിനിമയ്ക്ക് പോസിറ്റീവ് എന്നുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ മിക്സഡ് റിവ്യൂ ആണ് പലയിടത്തും കാര്യങ്ങൾ കാണുന്നതെങ്കിലും സിനിമയ്ക്ക് ഓവറോൾ നമുക്ക് എബോവ് ആവറേജ് എന്നുള്ള ആ ഒരു പേരിലേക്ക് തന്നെ സിനിമ എത്തുകയും ചെയ്യുന്നു. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.